നിയമലംഘനം നടത്തുന്നത് AI ക്യാമറയിൽ പതിയാതിരിക്കാൻ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റുകളിൽ ഗ്രീസ് തേച്ചുവെച്ച് യാത്ര നടത്തിയ യുവാവിനെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. ആലപ്പുഴ വിയപുരം മാനാരി സ്വദേശി സാജൻ അബ്രഹാമിനെയാണ് മല്ലപ്പള്ളി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അജിത് ആൻഡ്രൂസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്തതിന് 11 തവണ തനിക്ക് പിഴ ലഭിച്ചുവെന്നും അതിനാലാണ് ഇത്തരത്തിൽ നമ്പർ പ്ലേറ്റുകൾ ഗ്രീസ് ഉപയോഗിച്ച് മറച്ചതെന്നുമാണ് സാജൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറോട് പറഞ്ഞത്. വാഹനത്തിന്റെ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും നമ്പർ പ്ലേറ്റുകളിലെ 2 അക്കം ഗ്രീസ് ഉപയോഗിച്ച് മറച്ച നിലയിലായിരുന്നു. JCB ഓപ്പറേറ്റർ കൂടിയായ ഇയാൾ JCBക്ക് ഉപയോഗിക്കുന്ന ഗ്രീസാണ് നിരന്തരമായി ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് മറയ്ക്കാനായി ഉപയോഗിച്ചിരുന്നത്. ഹെൽമറ്റ് ബൈക്കിന്റെ ഹാൻഡിൽ തൂക്കിയിട്ടാണ് ഇയാൾ ഹെൽമറ്റ് ധരിക്കാതെ യാത്ര നടത്തിയതും. ഈ നിയമലംഘനം പിടിക്കപ്പെട്ടതോടെ പിഴ ചുമത്തിയതിനു ശേഷം വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. വിശദമായ അന്വേഷണത്തിന് ശേഷം ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മല്ലപ്പള്ളി തിരുവല്ല സെക്ടറിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സരയോട്ടം, ബസ് ജീവനക്കാർ തമ്മിലുള്ള സംഘർഷം തുടങ്ങി മൊബൈൽ ഫോൺ ഉപയോഗം, അങ്ങനെ കുറേ പരാതികൾ നിരന്തരമായിട്ട് വരുന്നുണ്ട്. പൊതുജനത്തിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് വാഹന യാത്രക്കാരുടെ ഭാഗത്തുനിന്നൊക്കെ നിരന്തരമായ പരാതികൾ ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിലും കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സ്വകാര്യ ബസ് ഡ്രൈവർക്കെതിരെ വടിവാളാക്രമണമൊക്കെ ഉണ്ടായതായ ഒരു വാർത്തയുണ്ടായി. അതൊക്കെ പോലീസ് കേസ് ഒക്കെ ആയി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വകാര്യ ബസ്സുകളുടെ ഡ്രൈവർമാരുടെ രീതികൾ നിരീക്ഷിക്കാനും നടപടിയെടുക്കാനും ഉള്ളതിൻ്റെ ഭാഗമായിട്ട് മല്ലപ്പള്ളി സബ് ആർടി ഓഫീസിലെ MV ആയ ഞാനും എൻ്റെ സഹപ്രവർത്തകൻ അരുൺ കൃഷ്ണനും ചേർന്ന് സിവിൽ ഡ്രസ്സിൽ, അതായത് മഫ്തിയിൽ മല്ലപ്പള്ളി തിരുവല്ല റൂട്ടിൽ സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്ത് അവരുടെ പ്രവർത്തനം നിരീക്ഷിക്കുകയായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചു. പക്ഷേ ഇന്ന് പോയിട്ട് അങ്ങനെയൊന്നും കാണാൻ പറ്റിയില്ല. അത് നമ്മൾ റാൻഡമായിട്ട് പല സമയത്ത് ഈ തരത്തിലുള്ള പരിശോധന മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുന്നന്താനം ജംഗ്ഷനിൽ നിൽക്കുമ്പോഴാണ് ഈ ബൈക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് ഹെൽമറ്റ് വെക്കാതെ ഒരാൾ ഓടിച്ചു പോകുന്നത് കണ്ടതാണ് ഞങ്ങൾ ശ്രദ്ധിക്കാൻ കാര്യം. ഹെൽമറ്റ് അയാളുടെ ഹാൻഡിൽ തന്നെ ഇരിപ്പുണ്ട്. അത് നോക്കിയപ്പോൾ അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഗ്രീസ് തേച്ച് അവസാനത്തെ 2 അക്കം മറച്ചിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ അതിനകത്തൊരു പന്തികേടുള്ളത് കൊണ്ട് തന്നെ വാഹനം ഞങ്ങൾ തടഞ്ഞു നിർത്തി നോക്കിയപ്പോൾ അവിടെ അയാൾ പറഞ്ഞതിൻ്റെ റീസൺ, ഈ വണ്ടിക്ക് ഏകദേശം 11 കേസോളം നിലവിൽ ഹെൽമറ്റ് വെക്കാത്തതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. അതിൽ ഭൂരിപക്ഷവും പിഴ അടയ്ക്കാത്തതാണ്. അപ്പോൾ ഇതെല്ലാം ക്യാമറ തന്നെ പല സ്ഥലങ്ങളിൽ വെച്ചായിട്ട് AI ക്യാമറ പിടിച്ചിരിക്കുന്ന ഫോട്ടോകളാണ്. അപ്പോൾ ക്യാമറയെ മറികടക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു ബുദ്ധിയാണ്. ഈ വ്യക്തി, വണ്ടിയുടെ ഉടമസ്ഥൻ തന്നെയാണ് വണ്ടി ഓടിച്ചത്. അയാൾ JCB ഓപ്പറേറ്ററാണ്. അപ്പോൾ JCBക്ക് ഉപയോഗിക്കുന്ന ഗ്രീസ് ഉപയോഗിച്ച് ഫ്രണ്ടിലെയും ബാക്കിലെയും നമ്പർ പ്ലേറ്റിൻ്റെ അവസാനത്തെ 2 അക്കം കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ അറ്റം അടക്കിയാണ് വെച്ചിരുന്നത്. അതും ക്യാമറയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ വാഹനം തടഞ്ഞു നിർത്തി. ഇപ്പം നമ്പർ പ്ലേറ്റ് മറയ്ക്കുന്ന കേസിന് നമ്പർ ശരിയായ രീതിയിൽ പ്രദർശിച്ചില്ലെങ്കിൽ അതിന് സ്വകാര്യ വാഹനത്തിന് 3000 രൂപയാണ് അതിൻ്റെ ഫൈൻ. പിന്നെ ഹെൽമെറ്റ് വെക്കാത്തതിന് 500 രൂപ. അങ്ങനെ 3500 രൂപ ഈ ഒരു കേസിന് മാത്രമുണ്ട്. ഇതിനോടൊപ്പം പഴയ പെൻഡിങ്ങുള്ള പിഴകൾ അടപ്പിച്ചതിന് ശേഷം മാത്രമേ വാഹനം വിട്ടുകൊടുക്കുകയുള്ളൂ. അതുകൂടാതെ ഈ ഒരു പ്രവൃത്തിയുടെ പേരിൽ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ആ കാര്യവും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. എല്ലാറ്റിനും ഉപരി നമ്മൾ പറയാനുള്ള കാര്യം, ഈ ഹെൽമെറ്റ് കൈവശം ഉണ്ടായിട്ടും അത് വെക്കാതെ ക്യാമറയെ കബളിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആത്മഹത്യാപരമായ ഒരു കാരണമാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഹീറോയിസം കാണിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വീരവാദം പറയുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് തന്നെ ആയിരിക്കണം ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ പണം നഷ്ടപ്പെടാതെ നോക്കുക. പണം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഉപകരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയുണ്ട്. പണം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഹെൽമെറ്റ് കൈവശം ഉണ്ടായിട്ടും മനഃപൂർവ്വം അത് വെക്കാതിരിക്കുകയും അത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്പർ പ്ലേറ്റ് മറയ്ക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു പ്രവണതയാണ്. പുതിയ തലമുറയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെടാൻ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇങ്ങനത്തെ ഹീറോയിസങ്ങളൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും വളരെ കർശനമായ നടപടി ആവശ്യമുള്ളൊരു പ്രവൃത്തിയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇനിയും ഇയാൾക്ക് കറക്റ്റീവ് ക്ലാസ്, അതായത് നമ്മൾ എടപ്പാളിലുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ IDTR എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇയാൾക്ക് ക്ലാസ്സിന് അയക്കാനും ഉള്ള കാര്യം നമ്മൾ ആലോചിക്കുന്നുണ്ട്. വണ്ടി പിടിച്ചെടുത്തു. കാരണം പിഴ അടയ്ക്കാനുള്ള പണം അയാളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നില്ല. പിഴ അടയ്ക്കാനുള്ള പണം തയ്യാറായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ വണ്ടി പിടിച്ചെടുത്തു. തന്നെയല്ല, ഇത് നമ്പർ പ്ലേറ്റിൻ്റെ കാര്യം കൂടുതൽ വിശദമായ പരിശോധന ആവശ്യമുണ്ട്. നമ്പർ പ്ലേറ്റ് ഈ വണ്ടിയുടെ തന്നെയാണോ, വണ്ടിയുടെ ചേസ് നമ്പർ, എഞ്ചിൻ നമ്പറൊക്കെ ആയിട്ട് ഒത്തു നോക്കിയിട്ട് വണ്ടി ഇത് തന്നെയാണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നോക്കി വണ്ടി ഇത് തന്നെയാണ്, ഉടമസ്ഥൻ അയാൾ തന്നെയാണ്. ഡോക്യുമെൻറ്റ്സ് ഒന്നും കൈവശം ഉണ്ടായിരുന്നില്ല. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ മാത്രമാണ് കിട്ടിയത്. അത് വെച്ച് പരിശോധിച്ചപ്പോൾ അയാൾ തന്നെയാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തി. അങ്ങനെയാണ് വണ്ടി കസ്റ്റഡിയിലെടുത്ത്. അപ്പോൾ പിഴ അടച്ചു കഴിഞ്ഞാൽ വണ്ടി വിട്ടുകൊടുക്കും. ബാക്കി ലൈസൻസ് മേലുള്ള നടപടികൾ
കൂടുതൽ നടപടികൾക്ക് വേണ്ടിയുള്ള ആലോചിക്കുന്നുണ്ട്.